ഇപ്പോൾ അനന്തകൃഷ്ണൻ കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ ഈ അൻവറിനെതിരെയുള്ള വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകമുണ്ടായിരുന്നു, ആളുകളുടെ ഫോൺ ചോർത്തുന്ന ഒരു പൊതുപ്രവർത്തകനായി തരം താഴ്ന്നു PV അൻവർ എന്ന്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഓർമ്മിപ്പിച്ചൊരു കാര്യം കൂടിയുണ്ട്, ഈ ഫോൺ ചോർത്തൽ ഗൗരവമുള്ള ഒരു വിഷയമാണ്, അതുമായി ബന്ധപ്പെട്ട് രാജ്ഭവൻ അതായത് ഗവർണർ വിശദീകരണം തേടിയിട്ടുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു എന്ന് പറയാമല്ലേ? ആര്യ, PV അൻവറിനെതിരെ സർക്കാരും മുഖ്യമന്ത്രിയും CPM-ഉം യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എതിർ നീക്കവുമായി PV അൻവറും സജീവമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പൊതുസമ്മേളനം നിലമ്പൂരിൽ ചേരാൻ പോകുന്നത്. അതിന് മുന്നോടിയായി സർക്കാരിൻ്റെ ആയുധങ്ങളെല്ലാം പുറത്തെടുക്കുകയാണ്. PV അൻവറിനെതിരെ ഇപ്പോൾ ഒരു കേസ് എടുത്തുകൊണ്ടാണ് ആദ്യത്തെ ആയുധം തൊടുത്തിരിക്കുന്നത്. ആ കേസ് ഒരു ഗൗരവമായ കേസാണ്. ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ടാണ് PV അൻവറിനെതിരെ കേസ് എടുത്തിരിക്കുന്നത്. പക്ഷേ PV അൻവറിനെതിരെ കേസ് എടുത്തിരിക്കുന്നത് കോട്ടയം കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിലാണ്. കാരണം ആ നാട്ടിൽ നിന്നുള്ള ഒരാൾ നൽകിയ പരാതിയിൽ കറുകച്ചാൽ പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ആ FIR ഇനി ഒരു പക്ഷേ നിലമ്പൂരിലേക്കോ അല്ലെങ്കിൽ മലപ്പുറം പോലീസിലേക്കോ കൈമാറാനുള്ള സാധ്യതയാണുള്ളത്. കാരണം ഈ ക്രൈം നടന്നിരിക്കുന്നത് എവിടെയാണോ അവിടെയാണ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഏത് സ്റ്റേഷനിൽ പരാതി കിട്ടിയാലും അവിടെ FIR രജിസ്റ്റർ ചെയ്ത ശേഷം ആ ക്രൈം നടന്ന സ്റ്റേഷനിലേക്ക് കൈമാറുകയാണ്. അപ്പോൾ വളരെ ആസൂത്രിതമായി പോലീസിൻ്റെ ഭാഗത്ത് നിന്നൊരു നീക്കം അൻവറിനെതിരെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. ഫോൺ ചോർത്തൽ എന്ന് പറയുന്നത് ഗൗരവമായ ഒരു കുറ്റകൃത്യമാണ്. മാത്രമല്ല അത് ഫോൺ ചോർത്താൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിന് ചുമതലയുള്ള ഉദ്യോഗസ്ഥരും അത് സംബന്ധിച്ചുള്ള മാനദണ്ഡങ്ങളുമൊക്കെ നിലവിലുണ്ട്. പക്ഷേ നമുക്കറിയാം PV അൻവർ MLA സർക്കാരിനെതിരെയും ADGP-ക്കെതിരെയും P ശശിക്കെതിരെയും ഒക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് തൊട്ടു മുൻപ് അദ്ദേഹം പുറത്തുവിട്ടത് സുജിത് ദാസ് SP-യുടെ ഫോൺ സംഭാഷണമാണ്. അതിനുശേഷം നിരവധി ഫോൺ സംഭാഷണങ്ങൾ താൻ ചോർത്തിയിട്ടുണ്ടെന്നും താൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നും അൻവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതിനൊപ്പം തന്നെ അദ്ദേഹം ചേർത്ത് പറഞ്ഞ ഒരു കാര്യം, ഇത്തരം ഒരു ചില കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ് താൻ ഈ വഴിവിട്ട രീതിയിലുള്ള ഒരു നീക്കം നടത്തിയത്. ഒരു MLA എന്ന നിലയിൽ അത് വളരെ മോശപ്പെട്ട പ്രവൃത്തിയാണെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ കുറ്റകൃത്യമല്ലാതാകുന്നില്ല. അതിൽ തന്നെ പിടിച്ചുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ PV അൻവറിനെതിരെയുള്ള ആദ്യത്തെ ആയുധം തൊടുത്തിരിക്കുന്നത്. ഗവർണറുടെ രാജ്ഭവനിൽ നിന്നടക്കം ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നേരത്തെ തന്നെ സർക്കാരിനോട് ചോദിച്ചിരുന്നു. അൻവറും മറിച്ചൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ADGP MR അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ, സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ അടക്കം, മന്ത്രിമാരുടെ അടക്കം, രാഷ്ട്രീയ നേതാക്കളുടെ അടക്കം, പോലീസുകാരുടെ അടക്കം, മാധ്യമപ്രവർത്തകരുടെ അടക്കം ഫോൺ വിപുലമായി ചോർത്തിയിരുന്നു എന്നുള്ള ആരോപണം. ബന്ധപ്പെട്ട് രാജ്ഭവൻ ഗവർണർ ഒരു വിശദീകരണം തേടിയിരുന്നല്ലോ. ഇത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. അതിൽ ഇത് രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണെന്നാണ് ഗവർണർ ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഒരാഴ്ചയായി റിപ്പോർട്ട് തേടിയിട്ട് ഇതുവരെ ഒരു മറുപടി സർക്കാരിൽ നിന്ന് ലഭിച്ചില്ല എന്ന്. സർക്കാർ രാജ്ഭവൻ ഒരു മറുപടി കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ അതിൽ മുഖ്യമന്ത്രിയുടെ അടക്കം ഫോൺ ADGP ചോർത്തി എന്നാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് രാജ്ഭവന് എന്ത് മറുപടി കൊടുക്കും? ഇപ്പോൾ അൻവർ ചോർത്തി എന്ന് പറഞ്ഞാൽ അൻവറിനെ ചോർത്താൻ സഹായിച്ചത് ആരാണെന്ന് കൂടി പറയേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും രാജ്ഭവന്റെ ചോദ്യങ്ങൾക്ക് സർക്കാരിന് മറുപടി പറയാൻ ബാധ്യസ്ഥമാണ്. പക്ഷേ അതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഫോൺ ചോർത്തിയെന്ന് അൻവർ സ്വയം പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ ഒരു മാസത്തോളം ആകുന്നു. പക്ഷേ സ്വമേധയാ സർക്കാർ അതിനെതിരെ ഒരു നടപടിയും ഈ ഘട്ടം വരെ എടുത്തിട്ടില്ല. കാരണം സർക്കാരും PV അൻവറും ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ച് ഏതാണ്ട് 3-4 ആഴ്ച കഴിഞ്ഞിട്ടാണ് അവരൊരു വേർതിരിവിലേക്ക് അല്ലെങ്കിൽ വേർപിരിയൽ ഘട്ടത്തിലേക്ക് എത്തുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മാത്രമല്ല സ്വമേധയാ സർക്കാരിന് ഇക്കാര്യത്തിൽ കേസെടുക്കാം എന്നിരിക്കെ മറ്റൊരാളെ കൊണ്ട് കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുപ്പിച്ച് അവിടെ ഒരു FIR രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ നിയമ നടപടികളിലേക്ക് കടക്കുന്നത്. അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. ഒരു പക്ഷേ മറ്റു പരാതിക്കാരൊന്നും വരാത്തത് കൊണ്ട് കറുകച്ചാലിൽ നിന്നൊരു പരാതിക്കാരൻ വരുന്നു, അപ്പോൾ അവിടെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലേക്ക് പോകുന്നു എന്നതാണോ? അതല്ല, എന്തുകൊണ്ടാണ് സ്വയം PV അൻവർ തന്നെ താൻ ഫോൺ ചോർത്തി അല്ലെങ്കിൽ ഫോൺ റെക്കോർഡ് ചെയ്തു, സ്വകാര്യതയുടെ നിയമങ്ങൾ ലംഘിച്ചു എന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടും സ്വമേധയാ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ വാർത്താസമ്മേളനം നടത്തിയ നിലമ്പൂരിലെ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഒരു FIR സ്വമേധയാ പോലീസ് സുമോട്ടോ കേസെടുക്കാത്തത് എന്തുകൊണ്ടാണ്? ആ രീതിയിൽ പോലീസ് നേരിട്ട് അന്വേഷണത്തിലേക്ക് പോകാത്തത് എന്തുകൊണ്ടാണെന്നൊക്കെയുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കറുകച്ചാൽ സ്വദേശി ഇവിടെ ഒരു പരാതിക്ക് വേണ്ടി സർക്കാർ കാത്തുനിന്നത് എന്നൊക്കെയുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഗവർണർക്ക് ഒരു മറുപടി കൊടുക്കാൻ സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു വാദം ഇപ്പോൾ ഉന്നയിക്കാം. മാത്രമല്ല, ഇതിൻ്റെ തുടർ നടപടികൾ എങ്ങനെയാണ്? ഇനി ഇത് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുമോ? അതല്ല, അൻവർ എവിടെയാണ് എവിടെ
വെച്ചിട്ടാണ് ഈ ഫോൺ റെക്കോർഡ് ചെയ്തത്, അല്ലെങ്കിൽ ഫോൺ എങ്ങനെയാണ് ചോർത്തിയത് എന്നൊക്കെയുള്ള വിപുലമായ അന്വേഷണത്തിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ബാക്കിയാണ്. അപ്പോഴും ഒരു നേരിട്ടുള്ള ഫൈറ്റിലേക്ക്, അതായത് പോലീസ് സ്വമേധയാ കേസെടുത്തുകൊണ്ട് അൻവറിനെതിരെ ഒരു അന്വേഷണത്തിന് തയ്യാറാകുന്നില്ല. മറിച്ച് ഒരു കറുകച്ചാൽ സ്വദേശി, ഇപ്പോൾ നമുക്ക് ആ വ്യക്തി ആരാണെന്ന് പോലും അറിയില്ല, അങ്ങനെ ഒരു വ്യക്തിയുടെ പരാതിയിൽ ഒരു കേസെടുത്തുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ നിയമ നടപടികളിലേക്ക് കടക്കുന്നത്. ഇനി ഇതിൻ്റെ തുടർ നടപടികൾ എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് ഇനി വ്യക്തമാകേണ്ടത്. ഏതായാലും PV അൻവർ സ്വയം നേരത്തെ പറഞ്ഞതാണ് താൻ ഫോൺ ചോർത്തിയിട്ടുണ്ട് എന്നത്. അതിനൊപ്പം തന്നെ തിരിച്ച് ADGP MR അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെ അടക്കം മുഖ്യമന്ത്രിയുടെ അടക്കം ഫോൺ ചോർത്തി എന്നുള്ള ഒരു ആരോപണം കൂടി PV അൻവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടി ഉണ്ടാകും. അതിൽ ഇതുവരെ സർക്കാർ ഒരു മറുപടി പറഞ്ഞിട്ടില്ല, അതിലൊരു വിശദീകരണം മുഖ്യമന്ത്രി നൽകിയിട്ടുമില്ല ഫോൺ ചോർത്തിയതുമായി ബന്ധപ്പെട്ട്. ഏതായാലും ഫോൺ ചോർത്തലിൽ പിടിച്ചുകൊണ്ട്